ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മള് KW ഓപ്പറേറ്ററിന്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എപ്പോഴും എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 8/2022 എക്സാം നടന്നേക്കുന്നത് 4/2/2022 എക്സാം നടന്നേക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ 100 ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു സമയത്ത് എന്താ 75 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് 75 മിനിറ്റ്സ് ആണ്. ഇപ്പോഴെന്താ 90 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്. നെഗറ്റീവ് എന്താ 1/3 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്താ 1/1 ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയുന്നുണ്ടാവും. അപ്പൊ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 7-8ഓളം ക്വസ്റ്റ്യൻസ് അവിടെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് അവിടെ 1/1 ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ ഈസ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റെറേഡിയൻ ആണ് യൂണിറ്റ് വരുന്നത്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ എന്താ ഡെഫിനിഷൻ എന്താ പറയുന്നത്? എ സോളിഡ് ആംഗിൾ ഈസ് ദ 3D ആംഗിൾ സബ്ടെൻഡഡ് ബൈ എൻ ഏരിയ അറ്റ് എ പോയിന്റ്. അതിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറേഡിയൻ. നമ്മളിപ്പം റേഡിയൻ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? നമ്മൾ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഈ റേഡിയൻ അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പോവാം. വാട്ട് ഇസ് ദി ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് അലുമിനിയം അറ്റ് 20°C? നമുക്ക് ടെമ്പറേച്ചർ കോഷ്യന്റ് എന്ന് പറയുന്നത് 0.00403 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, 0.00403. അപ്പൊ ഇവിടെ എത്ര ആൻസർ വരിക? ഇവിടെ എല്ലാം 40ന്റെ ടൈമിലുള്ളത്. അപ്പോ 40.3 ഇൻറ്റു 10⁻⁻⁴ അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് പെർ ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെ. പെർ ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് യൂണിറ്റ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് എത്ര? 1083°C ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് എന്ത് വെച്ചു പഠിച്ചു നോക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മളവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മുടെ കോപ്പർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ടാണ്. കോപ്പറിന്റെ കേസിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ 1083 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. 1 ആംപിയർ അവർ ഈസ് ഈക്വൽ ടു. 1 ആംപിയർ അവർ. നമുക്ക് 1 ആംപിയർ അവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? Q ഈസ് നത്തിങ് ബട്ട് I ഇൻറ്റു ടി അല്ലെ. I എന്ന് പറയുമ്പോൾ കറന്റ്, ആംപിയർ. ടി എന്ന് പറഞ്ഞാൽ അവർ. ടിയുടെ യൂണിറ്റ് അവർ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ എത്ര കൂളോംസ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടാവുക. നമ്മളവിടെ അവറിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിലേക്ക് അവിടെ മാറ്റണം. എന്നാലും മാത്രമായിരിക്കും കൂളോംസിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, കൂളോംസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവറിനെ എന്ത് ചെയ്യാം? സെക്കൻഡ്സിലേക്ക് അവിടെ മാറ്റണം. അപ്പൊ 1 × 60 × 60, അപ്പൊ 3600. അപ്പൊ 3600 കൂളോംസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് 1 ആംപിയർ അവർ എന്ന് പറയുന്നത് എന്താ? 1 ആംപിയർ ഫ്ലോയിങ് ഫോർ 1 അവർ. 1 ആംപിയർ ഫ്ലോയിങ് ഫോർ 1 അവർ. അതാണ് 1 ആംപിയർ അവർ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 ആംപിയർ അവർ എന്ന് വെച്ചാൽ 1 ആംപിയർ കറന്റ് ഫ്ലോയിങ് ഫോർ 1 അവർ. അപ്പൊ അത് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ 3600 കൂടുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ ഈസ്. ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ. വാർണിംഗ് അല്ലെങ്കിൽ കോഷൻ സൈൻസ് എന്തായിരിക്കും? ജനറലി ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷൻ സൈൻ ഒക്കെ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആയിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ? ട്രയാങ്കുലറിലാകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? നമ്മള് ഒരു എന്താ പറയണ്ട, ഡേഞ്ചർ അല്ലെങ്കിൽ സ്ലിപ്പറി ഫ്ലോർ അങ്ങനെയൊക്കെ ഉള്ളാകുമ്പോൾ ഒരു വാർണിംഗ് സൈൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കുലർ സൈസ്, സോറി, ട്രയാങ്കുലർ രീതിയിൽ ഷേപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ നമുക്ക് സർക്കുലർ ഉണ്ട്,
ആ ഒരു രീതിയിലുണ്ട്. സേഫ് കണ്ടീഷൻ ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സർക്കുലർ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതേപോലെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് എം എം എഫ്. എം എം എഫ് എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ് അല്ലെ. എം എം എഫിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ എന്താ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ അനലോഗസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് സർക്യൂട്ടിൽ. ഓക്കെ, അതായത് കറന്റ് ഫ്ലോയിങ് ത്രൂ എ കോയിൽ. അതായത് എം എം എഫ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് എന്താ എൻ ഇൻറ്റു ഐ. ഓക്കെ, എന്നിനെ നമ്മൾ ടേൺസിൽ പറയാം, ഐയുടെ നമ്മൾ ആംബിയറിൽ പറയാം. ഓക്കെ, ആംബിയർ ടേൺസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏഴാമത്, വാട്ട് ഈസ് ദി പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയാണേ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അവിടെ ഓപ്ഷൻ ബിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും, പക്ഷെ അത് ക്യാൻസൽ ആക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് ഈസ്. ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് ഈസ്, നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി സ്ക്വയർ എ ഡിവൈഡ് ബൈ 2 μ0 ആണ് വരുന്നുണ്ടാവും. ഇത് നിങ്ങൾ ആ മാഗ്നറ്റിന്റെ ക്ലാസ്സിൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവണം. ലിഫ്റ്റിംഗ് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് പുൾ ഓൺ ആൻ ആർമേച്ചർ ഇസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എ ഡിവൈഡ് ബൈ 2 × μ0. ബി എന്ന് പറയുന്നത് എന്താ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏരിയ ആണ് അല്ലെ. അതെങ്കിൽ പോൾ ഫേസിന്റെ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പോൾ ഫേസിന്റെ ഏരിയ. μ0 എന്ന് പറഞ്ഞാലോ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് μ0 വരുന്നത്. ഓക്കെ, അപ്പം ബി സ്ക്വയർ എ ഡിവൈഡ് ബൈ 2 μ0 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോ ഓപ്ഷൻ എ ആണ്, ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 μ0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്. ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ടിന്റെ കേസിൽ അവിടെ ഓപ്ഷൻ സി മോണോലിത്തിക് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഈ ആർ എഫ് കപ്ലിംഗും അതേപോലെ ബൈപ്പാസ് സർക്യൂട്ട്സിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ മോണോലിത്തിക് ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ടിലും അതേപോലെ ബൈപ്പാസ് സർക്യൂട്ട്സിലും. കാരണം എന്താ, അതിന് ചെറിയ സൈസ് ആണല്ലേ, സ്മോൾ സൈസ് ആണ്. അതിന് സ്മോൾ സൈസ് ആണ്. പിന്നെ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് ഉണ്ട് അല്ലെ. സോറി, ഹൈ ഫ്രീക്വൻസിയിൽ നല്ല പെർഫോമൻസ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ പറയാൻ പറ്റും, ലോ ഇൻഡക്ടൻസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ലോ ഇൻഡക്ടൻസ് ആണ്. അപ്പൊ ഈ ഒരു റീസൺസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് മോണോലിത്തിക് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക ആർ എഫ് കപ്ലിംഗും അതേപോലെ ബൈപ്പാസ് സർക്യൂട്ട്സിലും. ഓക്കെ, പിന്നെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിന്റെ അത് പോളറൈസ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് ഓഫ് എ സിമ്പിൾ വോൾട്ടേജ് സെൽ ഈസ്. ഇത് ക്യാൻസൽ ആക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ക്യാൻസൽ ആക്കിയ ഒരു ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ്. ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. 2,97,842 km/s. ഓക്കെ, അതായത് സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ദ സ്പീഡ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ കണ്ടക്ടർ ഈസ് വെരി ക്ലോസ് ടു ദി സ്പീഡ് ഓഫ് ദി ലൈറ്റ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുക. 2,97,842 2.9 ഇൻറ്റു എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ km/s. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇൻഡക്റ്റീവ് കോയിൽ ദാറ്റ് ടേക്സ് 5 ആംപിയർ അറ്റ് 240 വോൾട്ട് 50 ഹെർട്സ് 0.8 പവർ ഫാക്ടർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ സെഡ് ഈസ് സത്യമായിട്ട് വി ബൈ ഐ വെച്ച് കണ്ടുപിടിക്കാം. സെഡ് കണ്ടുപിടിക്കാം അല്ലെ. 240/5 എത്ര വരും, 4×5 = 20, ബാക്കി 4×48 വരും. പെട്ടെന്ന് സെഡ് ആകുമ്പോൾ 48 എന്ന് പറഞ്ഞ കയറി കുത്തരുത്. സെഡ് അല്ല ചോദിച്ചേക്കുന്നത്, ആറാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കോസ് ഫൈ ഈസ് നത്തിങ് ബട്ട് ആർ ബൈ സെഡ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ആർ ഈസ് നത്തിങ് ബട്ട് സെഡ് ഇൻറ്റു കോസ് ഫൈ. അപ്പൊ അങ്ങനെയാകുമ്പോൾ സെഡ് എത്ര, 48 ഇൻറ്റു 0.8 38.4 എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽ ആക്കിയിട്ട് കാണുന്നുണ്ട്. എനിവേ നമുക്കിത് നോക്കാം, ഒന്നും കൂടി നമുക്ക് അവിടെ നോക്കാം.
നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം. ഇൻ എ ത്രീ ഫേസ് സിസ്റ്റം ദ ആക്റ്റീവ് പവർ ഈസ് 4 കിലോവാട്ട്, അപ്പാരന്റ് പവർ ഈസ് 5 kVA. ഫൈൻഡ് ദ റിയാക്റ്റീവ് പവർ. നമുക്കറിയാം എസ് ഈസ് നത്തിങ് ബട്ട് പി പ്ലസ് ജെ ക്യൂ ആണ്, അല്ലെങ്കിൽ എസ് സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാം അല്ലെ. നമുക്ക് അവിടെ ആക്റ്റീവ് പവർ പ്ലസ് റിയാക്റ്റീവ് പവർ ഈക്വൽ ടു അപ്പാരന്റ് പവർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 5 ന്റെ സ്ക്വയർ 25 ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ ക്യൂ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് 25 - 60 9 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ 3 kVAR ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 3 kVAR. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡയറക്ട് സ്ട്രെങ്ത് ഇൻ kV/mm ഓഫ് ആസ്ബസ്റ്റോസ് അറ്റ് 20°C? ആസ്ബസ്റ്റോസിന്റെ കേസിൽ അതെന്താ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണല്ലേ. ആസ്ബസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന്റെ കേസിൽ നമുക്ക് അവിടെ ഇതൊന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, എനിക്കൊന്ന് കീഴിൽ കൊടുത്തേക്കുന്നതൊന്ന് ചെക്ക് ചെയ്യാം. 42ആണെന്ന് തോന്നുന്നു, അതൊന്ന് ചെക്ക് ചെയ്യണം അവിടെ. ഓക്കെ, 15. ടു വാട്ട് മീറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി പവർ ഇൻ ഡാഷ് ലോഡ്. എന്താ ബാലൻസ്ഡും അൺബാലൻസ്ഡിന്റെ കേസിൽ എന്താ നമുക്ക് അവിടെ 2 വാട്ട് മീറ്റർ മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. To magnetize steel is difficult because of its ലോ പെർമിയബിലിറ്റി അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക, ലോ പെർമിയബിലിറ്റി കാരണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. What is the effect if one cell is connected with reverse polarity in a parallel combination? എന്ത് ചെയ്യാ? ഇറ്റ് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട് അല്ലെ. അതായത് നമ്മളവിടെ ഒരു സെൽ നമുക്ക് അവിടെ റിവേഴ്സ് പൊളാരിറ്റിയിൽ നമ്മളവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പാരലായിട്ട് നമ്മളവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതർ സെല്ലിനെ എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഓപ്പോസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഒരു സർക്കുലേറ്റിംഗ് കറന്റ് അവിടെ എന്ത് ചെയ്യാ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സെൽസിന്റെ ഇടയിൽ ഒരു സർക്കുലേറ്റിംഗ് കറന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദ ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ട്രൈസെൽ ഈസ്. ഇപ്പൊ MnO2 അല്ലേ, MnO2 ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽ ചെയ്തിട്ടാണ് കാണുന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ MnO2 ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, മാംഗനീസ് ഡയോക്സൈഡ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ. Two batteries, two 2-volt batteries with 2 ohm internal resistance in parallel supply 2 ohm load. Current from each battery is. അതായത് 2 batteries each of open circuit voltage 2 volt and internal resistance of 2 ohm is connected in parallel with the supply voltage. Sorry, parallel with the supply load of 2 ohm. The current from each battery is. ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്, ക്യാൻസൽ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. A 24 ohm and 8 ohm resistors in parallel. The combined resistance is. എന്താ പറയുക, 24 × 8/24 + 8 32 വരും അല്ലെ. അപ്പൊ 4 ഓട്ടം, അപ്പൊ 6 ohm അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. The control force in an indicating instrument that can be kept in any position. എനി പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തണം എന്താ, സ്പ്രിംഗ് കൺട്രോൾ അല്ലെ. ഗ്രാവിറ്റി കൺട്രോൾ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്താ, അത് വെർട്ടിക്കലിൽ മാത്രമേ
ആവുള്ളൂ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടില്ലേ? ഓക്കെ. ഇപ്പൊ സ്പ്രിംഗ് കൺട്രോളിന്റെ കേസിൽ അവിടെ എന്താ സ്പൈറൽ സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൺട്രോളിങ് ടോർക്ക് ആവാൻ വേണ്ടി നമ്മൾ അവിടെ എന്താ സ്പൈറൽ സ്പ്രിങ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവിടെ എന്താ ഗ്രാവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മീറ്റർ പെർ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എനർജി ഇൻ വൺ റെവല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്കവിടെ മീറ്റർ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ പവർ ഇൻ കിലോ വാട്ട് അവർ. അതാണ് നമ്മളുടെ യൂണിറ്റ്. ഇതാണ് നമ്മളുടെ മീറ്റർ കോൺസ്റ്റന്റ് യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അവിടെ എനർജി, സോറി, ടോട്ടൽ പവറുള്ള എനർജിയാണ്. ഓക്കെ, പവർ എന്നല്ല, സോറി, എനർജി ഇൻ കിലോ വാട്ട് അവർ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1500 റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഒരു കിലോ വാട്ട് അവറിൽ 1500 റെവല്യൂഷൻസ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവർ ആണ്. അതിലെത്ര 1500 റെവല്യൂഷൻസ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയാകുമ്പം ഒരു വാട്ട് അവറിലോ 1500 / 1000 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ. ഒരു വാട്ട് അവർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇതാണ്? ഒരു വാട്ട് അവർ എന്ന് പറയുമ്പോൾ അവറിനെ നമ്മൾ എന്താ മിനിറ്റ്സിലേക്ക് മാറ്റാം. അപ്പം ഒരു വാട്ട് അവർ എന്ന് പറയുമ്പോൾ 60 വാട്ട്സ് മിനിറ്റ്സ് ആവും. നമുക്ക് വാട്ട് മിനിറ്റ്സിലാണ് നമുക്ക് ആൻസർ ഉള്ളത്. അപ്പൊ 1500 / 1000. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി ഇൻ വൺ റെവല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര വാട്ട് മിനിറ്റ്സ് ആണെന്നുള്ള കാര്യം. ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ 60 ഇൻറ്റു 1000 / 1500. 0 0 ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 20 വരും. 20 × 2 എന്ന് പറയുമ്പോൾ 40 വാട്ട്സ് മിനിറ്റ്സ്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അവിടെ ഒന്ന് കൺഫ്യൂഷൻ ആവുന്നേ ഉള്ളൂ, പക്ഷെ സിമ്പിൾ ആണ്. മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. നിങ്ങൾ അവിടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ക്യാപ്പ്, വാസോ, LMDM എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മള് റെസിസ്റ്റൻസിന്റെ കേസിലാണ് അല്ലെ. ഓക്കെ, റെസിസ്റ്റൻസിന്റെ കേസിൽ അവിടെ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണോ ഇത്? മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണോ? അല്ല. പിന്നെ ഇതിലുള്ളത്, പിന്നെ അവിടെ കപ്പാസിറ്റൻസും ഉണ്ട്, ഇൻഡക്ടൻസും ഉണ്ട്. കപ്പാസിറ്റൻസ് നമ്മൾ അവിടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഷെറിങ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡീസോട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവിടെ ഇൻഡക്ടൻസിന്റെ കേസിലാണ്. ഓക്കെ, ഇൻഡക്ടൻസിന്റെ കേസിലാണ്. ഓക്കെ, മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് പറയുന്ന ഒരു AC ബ്രിഡ്ജ് ആണ്, യൂസ്ഡ് ഫോർ അൺനോൺ ഇൻഡക്ടൻസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലൈൻ വോൾട്ടേജ് ഓഫ് എ ഡെൽറ്റ കണക്റ്റഡ് ത്രീ ഫേസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 415 വോൾട്ട് ആൻഡ് ഫേസ് വോൾട്ടേജ് ഈസ്. ഡെൽറ്റയുടെ കേസിൽ വി ഫേസ് ഇസ് ഈക്വൽ ടു VL ആണ്. അപ്പോൾ ജസ്റ്റ് അതിൽപ്പെട്ട് 415 വോൾട്ട്. ഓക്കെ. സ്റ്റാറിന്റെ കേസിലാണെങ്കിൽ വി ഫേസ് ഇസ് അതിൽപ്പെട്ട് VL/√3. Three-phase star connected 50 ohm per phase and one resistance is removed, 200 volt supply, then the absorbed power is. എന്താ ആൻസർ വരിക? അതായത് in a three-phase star connected resistive load, the resistance of each phase is 50 ohm. If one resistance is removed and 200 voltage supply is given, then the absorbed power will be. ഓക്കെ, ഇതിൽ അവിടെ ക്വസ്റ്റ്യൻ എന്തോ നമുക്ക് അവിടെ നിന്ന് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് തരാം. നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് എന്തോ ഒരു എറർ വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In Fleming's left hand rule, the forefinger indicates. Fleming's left hand റൂളിന്റെ forefinger എന്ന് പറയുമ്പോൾ forefinger is nothing but ഫീൽഡ് അല്ലെ, എഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്
ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അത് മോട്ടോറിന്റെ കേസിലാണ്. റൈറ്റ് ഹാൻഡ് റൂൾ എന്താ? അത് ജി ഫോർ ജനറേറ്റർ അല്ലെ. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ മോഷൻ എന്താ? തമ്പ് അല്ലെ. അതേപോലെ കറണ്ട് എന്താ? മിഡിൽ ഫിംഗർ അല്ലെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ കറന്റ് ട്രാൻസ്ഫോമർ സ്റ്റെപ്സ് അപ്പ്. കറന്റ് ട്രാൻസ്ഫോമർ നമ്മളോട് എന്തിനാ യൂസ് ചെയ്യുന്നത്? കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കറന്റ് എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് എന്താ? വോൾട്ടേജ് ആണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ ഒന്ന് പഠിക്കാം. അതിനടുത്ത് ഹണ്ടിങ്. ഹണ്ടിങ് എവിടെയാണ്? സിങ്ക്രണസ് മോട്ടോഴ്സിന്റെ കേസിലാണ് അല്ലെ. ഹണ്ടിങ് എന്ന് പറഞ്ഞാല് സിങ്ക്രണസ് മോട്ടോഴ്സിന്റെ കേസിലാണ്. അതായത് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ ആണല്ലേ. അതായത് നമ്മളെ ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓസിലേഷൻ ആണ് അല്ലെ. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ലോഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷന്റെ അടുത്തത് ഓസിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹണ്ടിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സിങ്ക്രണസ് മോട്ടോഴ്സിലാണ് അത് ഒക്കർ ചെയ്യുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം എർത്തിങ് ഈസ് ഡൺ അറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് അല്ലെ. ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് സിസ്റ്റം എർത്തിങ് ഉള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് കോൾഡ് കാത്തോഡ് ലാമ്പ് ഈസ്. നിയോൺ ലാമ്പ് ആണ് അല്ലെ. നിയോൺ ലാമ്പ് ആണ് കോൾഡ് കാത്തോഡ് ലാമ്പിന് അവിടെ എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാവുക. ഇതിലിപ്പോ ഇൻകാൻസെന്റ് ലാമ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻകാൻസെന്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിംഗ് ഫിലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അതേപോലെ ഫ്ലൂറസൻ ട്യൂബോ? ഫ്ലൂറസൻ ട്യൂബിൽ അവിടെ ഹീറ്റഡ് ഇലക്ട്രോഡ്സ് ആണ് അല്ലെ. ഓക്കെ. അതേപോലെ മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞാലോ അതവിടെ ഗ്യാസ് ഡിസ്ചാർജ് ആണ് അല്ലെ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താ പഠിക്കുക. കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ പഠിക്കുക. 31. ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഹെക്സാ ഡെസിമൽ നമ്പർ ഡി ഈസ്. ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ 0 to 9 വരെ വരും. പിന്നെ എ എന്ന് പറയുന്നത് എന്താ? 10. ബി എന്ന് പറയുന്നത് 11. സി എന്ന് പറയുന്നത് 12. ഡി എന്ന് പറയുന്നത് 13. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. 13 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെർമിനൽ ഓഫ് എൻ ഐ ജി ബി ടി ആർ. എമിറ്റർ, കളക്ടർ, ബേസ് അല്ലെ. സോറി, എമിറ്റർ, കളക്ടർ, ബേസ് എന്താ? ഇത് ട്രാൻസിസ്റ്റേഴ്സ് ആണല്ലേ. ഓക്കെ. എമിറ്റർ, കളക്ടർ, ഗേറ്റ് ആണ്. ഓക്കെ. ഐ ജി ബി ടിയുടെ തെറ്റിക്കല്ല. ഐ ജി ബി ടി എമിറ്റർ, കളക്ടർ, ഗേറ്റ്. ഓക്കെ. ഐ ജി ബി ടി. ഓക്കെ. ഐ ജി ബി ടി എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ അതിൻ്റെത് ഗേറ്റ്, കളക്ടർ, എമിറ്റർ ആണ് വരുന്നത്. ഓക്കെ. അതുപോലെ ബേസ്, കളക്ടർ, എമിറ്റർ എന്ന് പറഞ്ഞാൽ ബി ജെ ടി ആണ്. ഓക്കെ. അതേപോലെ ഇപ്പം ബേസ് 1, അതേപോലെ ബേസ് 2, അതേപോലെ എമിറ്റർ എന്ന് പറയുന്നത് എന്താ? ഇതെന്തിന്റെയാ? ഇത് യു ജെ ടി ഡി ആണ് അല്ലെ. ബേസ് 1, ബേസ് 2, എമിറ്റർ എന്നൊക്കെ പറയുന്നത് യു ജെ ടി ഡി ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ? ഫെറ്റ് അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ ആണ് അല്ലെ. നിങ്ങൾ എന്താ പഠിക്കുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ആൻസറിലേക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റി ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ബൈ ഇറ്റ്സ്. ട്രാൻസ്ഫോമേഴ്സിന്റെ കപ്പാസിറ്റി നമ്മൾ എപ്പോഴും അപ്പാരന്റ് പവറിലാണ് പറയുന്നുണ്ടാവുക. അപ്പാരന്റ് പവർ നമ്മളവിടെ ലോസിനെ ബേസ് ചെയ്തിട്ട് പറയില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതായത് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ എപ്പോഴും കെ വി എയിലാണ് പറയുന്നുണ്ടാവുക. കെ വി എ. ഓക്കെ. അതായത് നമ്മളവിടെ പറയുമ്പോൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താ? കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ അയൺ ലോസോ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ലോസ് നമ്മളെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇല്ലല്ലോ. ഇല്ല. അതായത് ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫോമേഴ്സ് കെ വി എയിലാണ് പറയുന്നുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കിലോ വാട്ട്സിലാണ് പറയുന്നുണ്ടാവും അല്ലെ. അപ്പം നമ്മളിവിടെ കെ വി എയിൽ പറയാൻ കാരണം എന്താ? നമുക്ക് അവിടെ മെയിൻ ആയിട്ട് രണ്ട് ലോസുകൾ, കോപ്പർ ലോസും കോർ ലോസും, അല്ലെങ്കിൽ കോപ്പർ ലോസും അയൺ ലോസും. അപ്പം കോപ്പർ ലോസ് എന്ന് പറയുന്നത് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അയൺ ലോസ് എന്ന് പറയുന്നത് വോൾട്ടേജിനാ, വേണമെങ്കിൽ ഫ്രീക്വൻസി എന്നും കൂടി പറയാം. ഓക്കെ. അത് നമ്മൾ എന്താ? നമ്മുടെ ലോസിനെ, സോറി, പവർ ഫാക്ടറിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തേക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കെ വി എ, നോട്ട് കെ ഡബ്ല്യു. ബാക്കിയുള്ള മെഷീൻസ് ഒക്കെ കിലോ വാട്ട്സിലാണ്
എന്താ പറയാ റേറ്റ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഫ്യൂസസ് ആർ യൂസ്ഡ് ഇൻ വിച്ച് സർക്യൂട്ട്സ്? ഡയാസിഡ് ഫ്യൂസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കാറ്ററിഡ്ജ് ഫ്യൂസ് ആണ് അല്ലെ. ഡയാസിഡ് ഫ്യൂസസ് എന്ന് പറയുന്നത് കാറ്ററിഡ്ജ് ഫ്യൂസസ് തന്നെയാണ്. അത് നമ്മൾ എവിടെ എന്ത് ചെയ്യും, എവിടെ യൂസ് ചെയ്യുന്നത്? ഈ കാറ്ററിഡ്ജ് ഫ്യൂസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഹീറ്റിംഗ് സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പെട്ടെന്ന് ഡയാസിഡ് ഫ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വേണ്ട. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കാറ്ററിഡ്ജ് ഫ്യൂസസ്. അപ്പൊ കാറ്ററിഡ്ജ് ഫ്യൂസസ് എന്ന് പറയുമ്പോൾ അത് എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഹീറ്റിംഗ് സർക്യൂട്ട്സിലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ നമ്പർ ഓഫ് ബ്രഷസ് ഇൻ വേവ് ബൗണ്ട് ഡി സി ജനറേറ്റർ. വേവ് ആണ്, വേവിൽ എപ്പോഴും എന്താ രണ്ടായിരിക്കും ഉണ്ടാവുക. കാരണം വെച്ചാൽ അത് പാരൽ പാത്ത് എന്താ രണ്ടാണ്. ലാപ്പിന്റെ കേസിലോ പാരൽ പാത്ത് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വേവിന്റെ കേസിൽ 2 ആണ് വരുന്നുണ്ടാവുക. അതായത് ലാപ്പ് വൈൻഡിങ് ആകുമ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് ഈക്വൽസ് ടു ദി നമ്പർ ഓഫ് പോൾസ് അല്ലെ. വേവ് ആകുമ്പോൾ നമ്പർ ഓഫ് പാരൽ പാത്ത് ഈക്വൽ ടു 2 ആണ്. എ ജെ എഫ് ടി ഈസ് എ ഡാഷ് ഡ്രിവൺ ഡിവൈസ്. വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ് അല്ലെ. ജെ എഫ് ടി എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. ബി ജെ ടി എന്ന് പറയുന്ന കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ് അല്ലെ. ബി ജെ ടി എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഓക്കെ, പിന്നെ നമ്മള് ഫെറ്റിന്റെ കേസിൽ നമ്മളവിടെ പറയും അതിന്റെ എന്താ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട് എന്ന് പറയും. അതേപോലെ അത് നമ്മൾ മെയിൻ ആയിട്ട് സ്വിച്ചിങ് സർക്യൂട്ട്സിനും അതേപോലെ ആംപ്ലിഫയറിനുമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. റാഡിക്സ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ദ റാഡിക്സ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. 0 to 9 അല്ലെ. 0 to 9. ബൈനറിന്റെ കേസിലോ? ബൈനറിന്റെ കേസിൽ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഒക്ടലിന്റെ കേസിലോ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ ഡെസിമലിന്റെ കേസിൽ പറഞ്ഞു 10 ആണ്. ഹെക്സാ ഡെസിമലിന്റെ കേസിലോ 16 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 10 ഡിജിറ്റ് ആണ്. 0 to 9 വരെയാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളവിടെ വാല്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്താ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആസ് പെർ BAS, the shunt field winding terminals of a DC machine is marked. ഇത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽസ് E1ഉം E2 എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് ആ ഒരു ടെർമിനോളജിയിൽ പെട്ടതാണ്. അതേപോലെ വി കർവ്, ഇൻവേർട്ടഡ് വി കർവ്. വി കർവ് ഓഫ് എ സിംഗ്ലസ് മോട്ടോർ റിലേറ്റ്സ്. വി കർവ് എന്ന് പറയുന്നത് IA-യും IF-ഉം ആണ് അല്ലെ. വി കർവ് എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റും ഫീൽഡ് കറന്റും. ഓക്കെ, IA വേഴ്സസ് IF ആണ് നമ്മൾ വി കർവ്. ഇൻവേർട്ടഡ് വി കർവ് എന്താണെന്നില്ലാരും നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, ഇൻവേർട്ടഡ് വി കർവ് എന്താണെന്നില്ലാരും നിങ്ങൾ അവിടെ കമന്റ് ചെയ്യാം, എന്ത് വേഴ്സസ് എന്താണെന്നില്ലാരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ട്രാൻസ്ഫോമർ ഡസ് നോട്ട് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ അല്ലെ. ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് അല്ലെ. 1:1 ആണ് ടേൺസ് റേഷ്യോ ഉണ്ടാവുക. അപ്പൊ അത് മെയിൻ ആയിട്ട് എന്താ, നമുക്ക് അവിടെ പ്രൈമറിയും സെക്കൻഡറിയും സർക്യൂട്ടും തമ്മിൽ ഒരു ഐസൊലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് യൂസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ അതുകൊണ്ട് തന്നെ അവിടെ വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അത് സ്റ്റെപ്പ് അപ്പ് ചെയ്യില്ല, സ്റ്റെപ്പ് ഡൗൺ ചെയ്യില്ല. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ അതിന്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, the binary value of 0101 is equal to 0101. അപ്പൊ 2 raised to 0, 2 raised to 1, 2 square, 2 cube. അപ്പം 4+1 അല്ലെ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനിയിപ്പം 7 ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ 0111 അല്ലെ. 6 ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ 6 ആണെങ്കിൽ ചോദിച്ചെങ്കിൽ 0110. ഓക്കെ, ആൻഡ് SCR ഹാസ് ഡാഷ് സെമി കണ്ടക്ടർ ലെയേഴ്സ്. SCRന്റെ കേസിൽ 4 ലെയേഴ്സ് ആണ് ഉള്ളത് അല്ലെ. SCRന്റെ കേസിൽ 4 ലെയേഴ്സ് ആണ് ഉള്ളത്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ്. ഓക്കെ, SCRന്റെ കേസിൽ അവിടെ 4 ലെയേഴ്സ് ആണ് ഉള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതെന്താ ഒരു PNPN ഡിവൈസ് ആണ് അല്ലെ. ഒരു PNPN ഡിവൈസ് ആണ് SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു PNPN ഡിവൈസ് ആണ്. 4 സെമി കണ്ടക്ടർ ലെയേഴ്സും
എത്ര ജംഗ്ഷൻസ് ഉണ്ട്? 3 ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, 3 ജംഗ്ഷൻ ഡിവൈസ് ആണ്. ഓക്കെ, 3 ജംഗ്ഷൻ ഡിവൈസ് ആണ്. പിന്നെ അതിന്റെ ടെർമിനൽ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ആനോഡ്, കാഥോഡ്, ഗേറ്റ് അല്ല. 43ാമത്തെ ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ ഫ്രീക്വൻസി ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ട്രിപ്പിൾ ഫ്രീക്വൻസി, ട്രിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. 2 ടൈംസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ഓക്കെ, 2 ടൈംസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2 ടൈംസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. 2f എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, 2 ടൈംസ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഷോർട്ടായിട്ട് എഴുതിയാണ്. അതായത് വിച്ച് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദി അബവ് നോർമൽ സ്പീഡ് ഇൻ DC സീരീസ് മോട്ടോർ? ഏതാ? ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഗേറ്റ്. വിച്ച് വൺ ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? യൂണിവേഴ്സൽ ഗേറ്റ് ഏതാ? നോർ ആണല്ലേ. ഓപ്ഷൻ ബി ആണ്, നോർ ആണ് വരുന്നുണ്ടാവുക. അതായത് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള എല്ലാ ബേസിക് ഗേറ്റും എന്താ നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് കൊണ്ട് നമുക്ക് അവിടെ എന്താ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് നോറും നാൻഡും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക. നോറും നാൻഡും ആണ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ഓറ്, ആൻഡ്, അതേപോലെ നോട്ട് എന്നൊക്കെ പറയുന്നില്ല, അതെല്ലാം ബേസിക് ഗേറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എ UJT കണ്ടെയ്ൻസ് ഡാഷ് PN ജംഗ്ഷൻസ്. എത്ര PN ജംഗ്ഷൻ ഉള്ളത്? ഒരു PN ജംഗ്ഷൻ അല്ലേ. ഓക്കെ, ഒരു PN ജംഗ്ഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, എത്ര? ഇതിന്റെ UJT-ന്റെ ഫുൾ ഫോം എന്തുവാ? യുനി ജംഗ്ഷൻ അല്ലെ. യുനി ജംഗ്ഷൻ, അതിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് അല്ലെ. എത്ര PN ജംഗ്ഷൻ? ഒരു PN ജംഗ്ഷൻ. യുനി ജംഗ്ഷൻ അല്ലെ, യുനി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെ. അപ്പൊ അത്ര ടെർമിനൽ ഉള്ളതിന് 3 ടെർമിനൽ ഉണ്ട്. ഏതൊക്കെ ടെർമിനൽ ഉള്ളത്? എമിറ്റർ, ബേസ് 1, ബേസ് 2 അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ DC മോട്ടോർ ഈസ് മെഷേർഡ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മെഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മെഗർ എപ്പോഴും എന്ത് ചെയ്യാം? മെഗാ ഓംസ് അല്ലെ. മെഗാ ഓംസ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മളവിടെ മെഗർ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോ അവിടെ മെഗാ ഓംസ് ആണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഇഫ് സ്വിച്ചസ് ആർ കണക്റ്റഡ് ഇൻ എ ലൈവ് വയർ? അതെന്താ? പൊളാരിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. പൊളാരിറ്റി ടെസ്റ്റ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് പൊളാരിറ്റി ടെസ്റ്റ് വെച്ച് നമ്മൾ സ്വിച്ച്, അതേപോലെ ഫ്യൂസസ് ഒക്കെ എന്താ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഫേസിലാണോ അല്ലെങ്കിൽ ലൈവ് വയറിലാണോ എന്നില്ല നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്സറി ടേക്സ് സപ്ലൈ ഫ്രം എ ലാമ്പ് ഹോൾഡർ? ലാമ്പ് ഹോൾഡർ എന്താ? അഡാപ്റ്റർ അല്ല. അഡാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെർട്ടർ ഗേറ്റിന്റെ എക്സാമ്പിൾ ഏതാ? നോട്ട് ഗേറ്റ് ആണല്ലേ. ഇൻവെർട്ടർ ഗേറ്റിന്റെ എക്സാമ്പിൾ നോട്ട് ഗേറ്റ്. ആൻഡ് ഓറൊക്കെ എന്ന് പറയുന്നത് ബേസിക് ഗേറ്റ് ആണ്. നാൻഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. ഇപ്പൊ ഇൻ കേസ് ഇതിലിപ്പോ നിങ്ങൾക്ക് നാൻഡ് വരുമ്പം ഒരു കാര്യം ഡൗട്ട് വരാണ്ട്, അത് അവിടെ ഇൻവേർഷൻ നടക്കുന്നില്ല. പക്ഷെ ബേസിക്കലി എന്താ, അത് ആൻഡ് ഓപ്പറേഷന് ശേഷമാണ് അവിടെ നാൻഡ് ഇൻവേർഷൻ നടക്കുന്നത്. അപ്പം ബേസിക് ഇൻവെർട്ടർ ഗേറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ആണ്. ഓക്കെ, നോട്ട് ഗേറ്റ് ആണ് ഇൻവെർട്ടർ ഗേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് സോൾഡറിങ് ഓൺ ഷീറ്റ് മെറ്റൽ ജോയിന്റ് ഈസ്. എന്തിനാ സോൾഡറിങ്? എന്തിനാ ഷീറ്റ് മെറ്റൽ ജോയിന്റിന്റെ കേസിൽ? ടു അവോയ്ഡ് ദ ലീക്ക് അല്ലെ. ടു അവോയ്ഡ് ദി ലീക്ക്. വിച്ച് പാർട്ട് ഇൻ ഇന്റേണൽ ഗിയർ പമ്പ് ആക്ട്സ് ആസ് എ സീൽ? ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മൾ മെക്കാനിക്കലിലേക്ക് കടന്നു.
വിച്ച് റിവറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹെവി സ്ട്രക്ചറൽ വർക്ക്? ഹെവി സ്ട്രക്ചറൽ വർക്കിൽ പാൻ ഹെഡ് റിവറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പാൻ ഹെഡ് റിവറ്റ്. വിച്ച് വാഷേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്ക്? സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്കിന് പഞ്ച്ഡ് വാഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഏരിയസ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, 55. വിച്ച് മെറ്റൽ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഹെവി ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ലെഡ് അല്ലെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഹാമർ ഈസ് സൂട്ടബിൾ ഫോർ റിവെക്റ്റിംഗ്? ഓപ്ഷൻ ബി ആണ്, ബാൾപിൻ ഹാമർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ഈസി ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ്? ഏത് വരിക? ഗിഫ്റ്റ് കീ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് നട്ട് റിക്വയർസ് അലൈനിങ് ആക്സിൽ ഷാഫ്റ്റ് ഹോൾ ആൻഡ് സ്ലോട്ട് ഫോർ ലോക്കിംഗ്? ഹേസിൽ നട്ട് അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ എ ഹൈഡ്രോളിക് പമ്പ്? ഹൈഡ്രോളിക് പമ്പിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മെക്കാനിക്കൽ ടു ഹൈഡ്രോളിക്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 60. വിച്ച് ടൈപ്പ് ഓഫ് ഫിൽട്ടർ പ്രൊട്ടക്ട്സ് ദി പമ്പ് ഫ്രം ഫ്ലൂയിഡ് കണ്ടാമിനേഷൻസ്? അത് നമ്മളവിടെ സക്ഷൻ ഫിൽട്ടർ അല്ലെ, ഓപ്ഷൻ എ ആണ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻസുലേറ്റർ? ഒബിയസ്ലി എന്താ, പി വി സി അല്ലെ, പി വി സി ആണ് ഇൻസുലേറ്റർ എക്സാമ്പിൾ. വിച്ച് ഈസ് എ ഗുഡ് കണ്ടക്ടർ? ഗുഡ് കണ്ടക്ടർ എന്താ, സിൽവർ ആണല്ലേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ലോ സ്റ്റേറ്റ്സ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ്? കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുമോ? വി ശ്രദ്ധിപ്പെട്ട് ഐ ഇൻറ്റു ആർ, ഐ ശ്രദ്ധിപ്പെട്ട് വി ബൈ ആർ എന്നുള്ള രീതിയിലാണ്, അപ്പൊ ഓംസ് ലോ എന്നുള്ള രീതിയിലാണ് അവരവിടെ കൊടുത്തേക്കുന്നത്. അതിൽ നമുക്കവിടെ ഒരു ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓംസ് ലോ. മെറ്റീരിയൽ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ് ഇൻ ലെഡ് ആസ് ബാറ്ററീസ് എന്താ? സ്പോഞ്ച് ലെഡ് അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു കണക്ട് വിത്ത് ലൈവ് വയർ? ലൈവ് വയറുമായിട്ട് എന്താ, ഓമീറ്റർ ആണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ആംബിയർ വോൾട്ട് ആൻഡ് റെസിസ്റ്റൻസ്? എന്താ, മൾട്ടിമീറ്റർ ആണ് അല്ലെ, മൾട്ടിമീറ്റർ തന്നെയാണ് ഇത് മൂന്നും ഒരുമിച്ച് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഇതിലിപ്പോ വാട്ട് മീറ്റർ ആണെങ്കിൽ എന്താ, അതോടെ സ്വാഭാവികം പവർ ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. എനർജി മീറ്റർ ആണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജിയാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഗാൽവനോമീറ്റർ ആണെങ്കിലോ സ്മോൾ കറന്റ് ആയിരിക്കും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ശ്രദ്ധിപ്പെട്ട് വോൾട്ട് അല്ലെ. ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീ മെയിൻ്റെനൻസ് സീൽഡ് ബാറ്ററി എന്താ, അഡ്വാൻറ്റേജ് എന്താ? നോ നീഡ് ടു ടോപ്പ് അപ്പ് ദി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെ, ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ടോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാട്ട് ഇസ് ദി ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ? സോറി, വിച്ച് ഈസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ? ശ്രദ്ധിപ്പെട്ടവർ തെർമിസ്റ്റർ അല്ലെ, ഓപ്ഷൻ സി തെർമിസ്റ്റർ ആണ് വരുന്നുണ്ടാവുക. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് ദി ബലാസ്റ്റ് റെസിസ്റ്റർ ഈസ് യൂസ്ഡ്? ബലാസ്റ്റ് റെസിസ്റ്റർ നമ്മൾ അവിടെ ഫ്ലാഷ് സർക്യൂട്ടിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. തെർമോഡൈനാമിക് സൈക്കിൾ ഓഫ് എ ഡീസൽ എഞ്ചിൻ? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ അല്ലെ, ഓപ്ഷൻ ബി. ദ റേഞ്ച് ഓഫ് കംപ്രഷൻ പ്രഷർ ഓഫ് എ ടിപ്പിക്കൽ പെട്രോൾ എഞ്ചിൻ? 90 to 150 psi ആണ് അല്ലെ, 90 to 150 psi ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഈസ് ഫാൾസ് അബൌട്ട് ദ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം? എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ എഞ്ചിൻ ഓവർ ഹീറ്റ്സ് ഇഫ് തെർമോസ്റ്റാറ്റ് സ്റ്റെക്ക് ഓപ്പൺ, ഓപ്ഷൻ ഡി ആണ് ഫാൾസ്. വിച്ച് ഓയിൽ പമ്പ് ഡസ് നോട്ട് യൂസ് എസെൻട്രിക് ഷാഫ്റ്റ് ഓർ കാംസ്? എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ് അല്ലെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഈസ് ഫാൾസ് അബൌട്ട് ദി ലൂബ്രിക്കേഷൻ സിസ്റ്റം? ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ പറയുമ്പോൾ ഫാൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓൾ ഓയിൽ ഇസ് ഫിൽറ്റേർഡ് ഇൻ ബൈപ്പാസ് ഓയിൽ ഫിൽട്ടർ സിസ്റ്റം, ഫാൾസ്. Which is false about the fuel system? Option C. Engine can be started without a CKP sensor signal അല്ലേ. ഓക്കെ, അതായത് ക്രാങ്ക് പൊസിഷൻ സെൻസർ ഇൻപുട്ട്. വിച്ച് പമ്പ് നീഡ്സ് മോർ ഫ്രീക്വന്റ് ഓവർഹോൾ? ഏതാ?
സബ്മേഴ്സിബിൾ പമ്പാണ്, ഒന്ന് നോക്കാട്ടോ. വിച്ച് ഇസ് ട്രൂ അബൌട്ട് ദി സബ്മേഴ്സിബിൾ പമ്പ്സ്? എനിക്ക് തോന്നുന്നു വീണ്ടും അത് അവിടെ വന്നിട്ടുണ്ട്. സിംഗിൾ സ്റ്റേ പ്രിഫേർഡ് ഓവർ മൾട്ടി സ്റ്റേ. They are centrifugal pumps in vertical position. Diffuser converts kinetic energy to pressure energy. All are true. Which is false about the jet pumps? The motor and pump cannot offset from well. Which is wrong? Which of the following is wrong? The faulty pressure switch pump won't start. Okay. The crowning of pulley is done for. Lesser chance of belt running off. Option B are correct. Which is not true about the induction motors. Induction motors is not true. Lower order resistance means high starting torque. Okay. And which type of valve is used for very fine control of fluid flow? Needle valve. Option D ആണ് വരുന്നുണ്ടാവുക. Which starters are used for squirrel gauge motors? Squirrel gauge motors in the case DOL അല്ലേ? DOL അല്ലേ? DOL ഇവിടെ ഇല്ലല്ലോ. അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിരുന്നു. DOL സ്റ്റാർട്ടർ ആണ് അല്ലെ. പിന്നെ അവിടെ പറയുകയാണെങ്കിൽ സ്റ്റാർ ഡെൽറ്റയും വരും, ഓട്ടോ ട്രാൻസ്ഫോമറും വരും അല്ലെ. ഓക്കെ, സ്റ്റാർ ഡെൽറ്റയും വരും, ഓട്ടോ ട്രാൻസ്ഫോമറും വരും. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. കാരണം വെച്ചാൽ എയും വരാം ബിയും വരാം, അതേപോലെ DOയിലും വരാം അല്ലെ. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. 35. Which of the following is false about the DOL starter? Can be used without the backup fuse. Feature of ELCB MCB circuit breaker is overcurrent, short circuit, earth leakage. എല്ലാം വരും, all of these. What is the cutoff factor of a fuse? Cutoff factor എന്ന് പറയുമ്പോൾ it is the time taken by a fuse to interrupt the circuit അല്ലെ. To interrupt the circuit. ഇതിൽ ഓപ്ഷൻസ് ചെറിയൊരു വരാറുണ്ട്. ഓക്കെ, അതായത് കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിൽക്കുന്ന ടൈം ടേക്കൺ ബൈ ഫ്യൂസ് ടു ഇന്ററപ്റ്റ് ദ സർക്യൂട്ട് in the event of a fault. Okay, the current limit beyond which the revariable fuses are not preferred. Obviously 200 ampere അല്ലേ. Which relay operates when the current falls below the predetermined value? Below the predetermined value ആകുമ്പം under current relay. Which is not a reason for motor running hot? Which of the following is not a reason for motor running hot? Blown fuse അല്ലേ. Not a reason. Which hydraulic pump contains a crescent shaped spacing? Internal gear pump അല്ലേ. Okay. Which is true about the temperature sensors? Temperature sensors in this ഇത് ക്യാൻസൽ ആക്കിയാണ്, അതവിടെ വെക്കട്ടെ. Which complaint retain the piston against the seat in a balanced condition in pressure relief valve? Light spring അല്ലെ. Dependent factors on fluid flow rate of a variable flow control valve is pressure difference, size of the throttle gap, viscosity of oil. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, all of these. Which is not true about the pneumatic system? Pneumatic system not true. ഓപ്ഷൻ ബി ആണ്, PRV, പ്രഷർ റിട്ടേൺ വാൾവ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. Under which is false about the orifices? Orifice is always connected in parallel with the pump. Option B ആണ് correct. Which is not associated with the hydraulic actuator speed of control? 97.
ബ്ലീഡ് ഔട്ട് സ്പീഡ് കൺട്രോൾ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 98 വിച്ച് ടേം ഈസ് അസോസിയേറ്റഡ് വിത്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുമ്പോൾ സ്ക്രൂ റോട്ടേഴ്സ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് വിത്ത് പൈപ്പ് ജോയിന്റ്സ്. വിത്ത് പൈപ്പ് ജോയിന്റ്സ്, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് പൈപ്പ് ജോയിന്റ്സ്. ഫ്ലാഞ്ചഡ് ബഷ് അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി പമ്പ്സ്. ഓപ്ഷൻ ഡി, സെൽഫ് ഡ്രൈവിംഗ് ഡിവൈസ് കണക്ട് ബിറ്റ്വീൻ ദ ഡിസ്ചാർജ് ആൻഡ് പമ്പ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞില്ല, അതിൽ ഇലക്ട്രിക്കലിന്റെ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത്. മറ്റേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.